കോമ്പാക്റ്റം ഇപ്രാവശ്യം നല്ലപോലെ ഫ്ലവർ ചെയ്തേ. അതെന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് ഒരാഴ്ച ഫ്ലവറിങ്ങിനുള്ള വളം കൊടുത്തെങ്കിൽ അടുത്ത ആഴ്ച ഗ്രോത്തിനുള്ളതും കൊടുത്തു. പിന്നെ അത് നല്ല എയർ പാസേജ് ഉള്ള സ്ഥലത്തായിരിക്കുന്നത്. നല്ല വായുസഞ്ചാരവും ഉണ്ട്, വെയിലും അത്യാവശ്യമല്ല, നല്ല അതാണ്ട് ബാൽക്കണിയിലെ കോർണറിൽ വെളിയിലോട്ടാണ് വെച്ചിരിക്കുന്നത്. ഉച്ചയ്ക്കൊരു ഷെയ്ഡും കിട്ടും. കറക്റ്റ് വളം കൊടുത്തുകൊണ്ടാണ് വേറൊരു വുഡ് മൗണ്ട് ചെയ്ത പ്ലാന്റിൻ്റെ ഹെൽത്ത് കണ്ടോ. പിന്നെ നമ്മൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മളെ വീട്ടിൽ പൂത്ത് നിൽക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഒരു തൈ തരുമോ എന്ന്. അപ്പോഴിതാ ഇതുപോലത്തെ തൈകളുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കുക. കാരണം ചെടി ഇത് വളരെ സെൻസിറ്റീവായ പ്ലാന്റാണ്. ഡിസ്റ്റർബ് ചെയ്താൽ പൂക്കാൻ വലിയ മടിയാണ്. പിന്നെയും ഒരു 7 മാസത്തോളം 7-8 മാസം കഴിഞ്ഞിട്ട് ഫ്ലവറിങ് വരത്തുള്ളൂ. എന്നാൽ വലിയ ചെടിയും നമുക്ക് ഒരുപാട് വലിയ ചെടിയും നമുക്ക് എടുത്താൽ ചെടിക്ക് വലിയ കുഴപ്പമില്ല, നമുക്ക് തൈ എടുക്കാനും പറ്റും. ഇതൊരു കൈഡോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണേ. ഇത് വുഡ് മൗണ്ട് ചെയ്ത വേറൊരു വുഡ് മൗണ്ട് ചെയ്തതാണ്. ഇത് ശരിക്കും ഫ്ലവർ ചെയ്യുന്ന ഒരു ഇതാണ്. കുറേ കളർ ഒന്നിച്ച് വെച്ചിരിക്കുവാണ്. ഇത് നല്ലോണം ഫ്ലവർ ചെയ്യും. അപ്പോൾ അതിന് കറക്റ്റ് വളം കൊടുക്കുന്നതുകൊണ്ടാണ് അതിന് ആരോഗ്യം വരുന്നത്. പിന്നെ ഒരു നുള്ള എപ്സം സാൾട്ടും കൂടെ ഞാൻ ഈ ഗ്രോത്തിൻ്റെയും ഫ്ലവറിങ്ങിൻ്റെയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ലീഫിന് നല്ലതായി മെഗ്നീഷ്യം. ഇപ്പോൾ കണ്ടോ നല്ലതായിട്ട് ഇത് മുട്ട് വന്നു തുടങ്ങി. അതിലെല്ലാം കൃത്യമായ വളവും സൂര്യപ്രകാശവും എല്ലാമാണ് ആ പ്ലാന്റിന് ഹെൽത്ത് കൊടുക്കുന്നത്. ഇതാ കണ്ടോ, അതിൻ്റെ ഹെൽത്ത് നമുക്ക് അറിയാൻ പറ്റുന്ന നല്ല ഗ്രീൻ റൂട്ടായിരിക്കും. പിന്നെ ഇതാ മൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ ഈ ചട്ടിക്കകത്ത് വെച്ചാലും മതി. നമുക്കിപ്പോൾ എനിക്ക് ആ സമയത്ത് കരി ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പോൾ ഞാൻ ചുമ്മാ വെച്ചതേ ഉള്ളൂ. കണ്ടോ, അതിനകത്തുനിന്ന് വേരുകൾ വെളിയിൽ വന്നു തുടങ്ങി. ഇനി കരി വെച്ച് കൊടുത്താലും മതി. അത് ആ ചുവട്ടിൽ കുറച്ച് വെച്ചാൽ മതി. കണ്ടോ, ഇപ്പം നല്ലവണ്ണം വേര് വന്നു കഴിഞ്ഞു. അതിന് ആ എയർ പാസേജ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇത് വേറൊരു കാറ്റ്ലിയ, അതിൻ്റെയും മുട്ടൊക്കെ വന്നു. അതിൻ്റെ വേര് കണ്ടോ, നല്ല ഗ്രീൻ റൂട്ട്സ് കിടപ്പുണ്ട്. അതിനകത്ത് ഞാൻ ഒന്നും വെച്ചിട്ടില്ല. കണ്ടോ. പിന്നെ നമ്മൾ പ്രാണികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു മഞ്ഞ കെണി കെട്ടിയിടുന്നത് നല്ലതാണ്. അപ്പോൾ കുറേ പ്രാണികൾ ഇതിൽ വന്ന് പറ്റിപ്പിടിച്ചങ്ങ് പോകും. 2 സൈഡിലും ആയിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട്. കണ്ടോ.